എന്നാ പണ്ടാരം. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ കാവ്യ കുക്ക് ചെയ്യാൻ പോകുന്നു. കാര്യം എന്താണ് കുക്ക് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ എന്താണ് കാവ്യ? അയില. ഇതൊരു വലിച്ച അയിലയാണ്. നിങ്ങൾക്ക് അതെ അതെ ഇന്നലെ 100 രൂപയ്ക്ക് മേടിച്ചാണ് കാശ്. അപ്പോൾ ഇന്നത്തെ കറി നമ്മൾ മീൻ കറി വെക്കാൻ പോവാം. എണ്ണ ഒഴിച്ചു. പണ്ട് ഞാൻ പൊട്ടിട്ടെ കടുക് വെന്തയം ഇതാണ് ഗൈസ് ഞങ്ങളുടെ അടുക്കള. ഇതാണ് അടുക്കളയിലെ കുക്ക്. ഇഞ്ചി വെളുത്തുള്ളി. ഓ പൊളി. എന്ത് പറ്റി എന്നെ അയ്യോ എന്ത് പറ്റി? ആണോ? പാമ്പ് പിടിച്ചാണോ? വേനക്കോ പണ്ടാരമേ? എന്താ ഇത് കരിഞ്ഞു പോയി? വേനക്കുന്നു പറഞ്ഞപ്പോ കരിഞ്ഞു പോയെന്നോ? അതെന്നെ തല്ലിയില്ല, അതുകൊണ്ടായിരിക്കും. അത് കുഴപ്പമില്ല. കുത്തി തോന്നുന്നു. വിഷം പാമ്പ്. ഉറുമ്പ് കടിച്ചു കാണും. ഉറുമ്പൊന്നും അല്ല. പിന്നെന്താ? എന്താണ് ഗൈസ്? നോക്കിത് എവിടെ കറക്കുന്ന ഉറുമ്പ്. വീഡിയോ എടുക്കാനല്ല പറഞ്ഞു, സീരിയസ് ആയിട്ട് ഞാൻ പറയുക. തവി എന്തെങ്കിലും എടുത്തിട്ട് വന്നേ. തവി ഇവിടെ ഇല്ല. ഈ തവിയല്ല, മറ്റേ തവി എടുത്തിട്ട് വരാൻ. ആണോ? ശരി ഗൈസ്, നമുക്ക് തവി എടുക്കാൻ പോവാം. ഇന്നോ തവി കുടിക്കാൻ വെള്ളം എടുക്കാൻ പോകാം. വെള്ളം, പച്ചമുളക്. അയ്യോ, എത്ര വേണം? എന്താണ്? 4 ആയാലോ? 3. എക്സ്ക്യൂസ് മീ, ഒന്ന് പറയാം. എടാ മതിയോ? സോ മച്ച്. കരിഞ്ഞു ഗൈസ്. എടുത്തിട്ട് വരുമ്പോഴത്തേക്കും മൊത്തം കരിഞ്ഞു പോയി. മുളക് പൊടി, എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയാണ് ഗൈസ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്? അത് മൂപ്പിക്കണം. ഓക്കെ, മൂത്തോ? മൂക്കട്ടെ കാര്യം. കാവ്യ എന്തിനോ വെള്ളം എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഇതെന്തിനാ കാവ്യ വെള്ളം? നമ്മൾ കുടംപുളി ഇട്ടല്ലേ, അപ്പോൾ കുടംപുളി വെള്ളത്തിലിടാൻ കുറച്ച് നേരം അടുപ്പിക്കാം. കരിഞ്ഞു പോയോ? അല്ല, അതാണ് അങ്ങനെ.
വെള്ളം ചൂടാണ് കുടംപുളി അല്ലേ? ഇനി അതിന് വേറെ എന്തെങ്കിലും ഇടാനുണ്ടോ? ഓക്കെ സാർ, നിങ്ങൾ എന്താണ് സാർ കാണിക്കുന്നത് ഇവിടെ? നിങ്ങൾ സ്വിച്ച് ബോർഡിൽ കളിക്കലേക്ക് വരാം. ഷോക്ക് അടിക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മീൻ കറി എന്തായി നോക്കാൻ പോയിട്ട്. കാവ്യേ, മീൻ കറി എന്തായി? അയ്യോ, ഇതേ ഇരിക്കുന്നോ പുളി? ഇത് ചക്കക്കുരു, അന്ന് കൊണ്ടുവന്ന ചക്കക്കുരു. ചക്ക ഉണ്ടായിരുന്നു, ചക്ക തിന്നു, കുരു മാത്രമേ ഉള്ളൂ ഗൈസ് ഇവിടെ. പിന്നെ ആരാ? അതെ, ആരും തിന്നില്ല ഗൈസ്, കളഞ്ഞു. നിങ്ങൾക്ക് ഈ കത്തി വേണമെങ്കിൽ ലിങ്ക് ബയോയിൽ ഇടാം. അതിന്റെ ലിങ്ക്. നിങ്ങളുടെ നാട്ടിൽ ഈ പുളിക്ക് എന്താ പേര് പറയുന്നത് ഗൈസ്? ഇത് എല്ലാവരുടെയും കുടംപുളി തന്നെ കാവ്യേ. ഞങ്ങളുടെ നാട്ടിൽ കുടംപുളി എന്ന് പറയും. നിങ്ങളുടെ നാട്ടിലോ? കമന്റ് ചെയ്യും. കമന്റ് ബിലോ. എവിടെ? കമന്റ് ബിലോ. അതെ, നമ്മൾ ചൂടുവെള്ളത്തിനകത്ത് ഉപ്പിട്ടു, പിന്നെ പുളി ഇടുന്നുണ്ട്, കുറച്ച് ആവശ്യത്തിന് പുളി ഇടാം. ഇതിനി കുറച്ച് നേരം നല്ല ഇതാവട്ടെ. നമ്മളിപ്പോ അങ്ങനെ വെക്കണം. ഇത് നമ്മൾ കെട്ടാതെ അങ്ങനെ വെക്കണം, എന്നാണ് നമ്മുടെ ശീലം. ഇത് എക്സ്ട്രാ കുറച്ച് മുളക് പൊടി ഇട്ടായിരുന്നു. കത്തിക്കുന്നില്ല? ഇല്ല, ഒന്നാവട്ടെ, അല്ലേ കൈ എന്നാലും ഉപ്പേരി കത്തിക്കാൻ. കുറച്ച് എണ്ണ വേണം, കുറച്ചുകൂടെ. ഓക്കെ. ഹോം ടൂർ വേണമെങ്കിൽ പറയുക, ഞങ്ങൾ ഹോം ടൂർ തരാം. അതെ, കുറേ പേര് നമുക്ക് കമന്റിൽ തന്നിരുന്നു ഒരു ഹോം ടൂർ കാണിക്കണം, ഹോം ടൂർ കാണിക്കണമെന്ന്. ആക്ച്വലി ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ആണ്. വേണമെങ്കിൽ പറയൂ, ഹോം ടൂർ കാണിക്കാം. അതെ, ഹോം ടൂർ കാണിക്കാം. പിന്നെന്ത് കാണിക്കാം? എല്ലാം കാണിക്കാം. അപ്പോൾ അത് കരിഞ്ഞ് വരട്ടെ. അതെന്താ ചെയ്യുന്നത്? അത് പുളി നമ്മൾ കുതിർന്നോ നോക്കുക. കുതിർന്നോ? ഇട്ടിട്ട് 1 മിനിറ്റ് ആയോ? ഇല്ലല്ലോ. ആണോ? എന്താ നിർമ്മയോ? ഓക്കേ, ഇടൂ. തുള്ളി വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇതാക്കണമേ. ഇത് ഏത് സ്റ്റൈലിൽ മീൻ കറിയാണ്? കോട്ടയം സ്റ്റൈൽ പറയും, മുളകിട്ട മീൻകറി എന്ന് പറയും. ഇഷ്ടമില്ലാത്ത മീൻ കറി. ഇഷ്ടമില്ലാത്തത് തിന്നരുത് ഗായ്സ്, അല്ലേ? കമന്റ് ചെയ്യും. നിങ്ങളുടെ വീട്ടിലും അങ്ങനെ തന്നെയാണോ? ചെയ്ത് കൊടുക്കുന്ന കറികൾ ഇഷ്ടമില്ല എന്ന് പറയുന്നവരുണ്ടോ? ഇത് തിന്നരുതെന്ന് പറയണം, ഇതിന് തിന്നണമെന്ന് എഴുതണം. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് ഇതാവട്ടെ ഗൈസ്. നമുക്ക് മീൻ ഇടുമ്പോൾ വരാം, അല്ലേ? ഇതിനിപ്പോൾ വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇതിലേക്ക് വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടേ? പുളിവെള്ളം ഇതിനകത്ത് ഒഴിക്കണം. നമുക്ക് ഒഴുക്കി പുളിയൊക്കെ ഒഴിച്ച് തിളച്ച് വരട്ടെ ഗൈസ്. മുളക് വെള്ളം. അപ്പോൾ ഇനി ഇത് തിളക്കണമല്ലോ, തിളച്ച് വരട്ടെ ഗൈസ്. നമുക്ക് മീൻ ഇടുമ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം. ഒഴിച്ചു. ആ സമയത്ത് ഉപ്പ്. അയ്യോ, സമ്മകളൊക്കെ സാധാരണ. ഞാനിപ്പോൾ വരാം. ഇത് മീനിടുന്ന സമയമാകുമോ? ഗായ്സ്, ഇതേ നമ്മുടെ മീൻ കറി തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. പെട്ടി തിളച്ച്. നമുക്ക് മീനിടാം. ഇടൂ കാവ്യ. മീൻ ഇടണം. എവിടേക്കാ?
മീൻ ഓരോന്നോരോന്നായി ഇടുകയാണ് ഗൈസ്. എന്തെങ്കിലുമൊക്കെ പറ. അങ്ങനെ ഓരോന്നോരോന്നായി മീൻ ഒരു രസമില്ല, ഭയങ്കര പ്ലിങ്ങി ഇരിക്കുന്നു മീനുകളൊക്കെ. വാല് ഭാഗം കൊള്ളാം, ബോബ് വെട്ടിയതുകൊണ്ടാണ്. ഗ്യാസ് എന്തുകൊണ്ടോ ഗ്യാസ് ഈ ഗ്യാസ് അല്ല. നമ്മൾ ഉപ്പിട്ടില്ലായിരുന്നു നേരത്തെ, നമുക്കപ്പോൾ ഇപ്പം ഇട്ട് കൊടുക്കാം. ഉപ്പിടൂ. കുറച്ച് ഉപ്പുണ്ടല്ലോ ഈശ്വര. കുറച്ച് നമ്മൾ അങ്ങനെ ഇളക്കാൻ പാടില്ല. ഇത് പതിയെ ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. കൈയിട്ട് ഇങ്ങനെയൊന്നും ഇളക്കാൻ പാടില്ല, കാരണം മീൻ പൊടിഞ്ഞു പോകും. നമുക്ക് തൽക്കാലം ഉപ്പുണ്ടോ എന്ന് നോക്കാം. ആ, കുറച്ച് ഉപ്പുണ്ട്. ഇനി ഈ പുളിപ്പൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് കടയ്ക്ക് പോയാലോ? കടവരൊന്ന് പോയിട്ട് വരാം. വരൂ. അപ്പോൾ ഇത് സിമ്മിലിട്ടിട്ട് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ആ തിളക്കുന്ന സമയം കൊണ്ട് ഞങ്ങൾ കടയിലേക്ക് പോയിട്ട് വരാം ഗൈസ്. വെള്ളം ഒഴിക്കണോ? ആ, തുള്ളി. എന്തായാലും ഇപ്പം നമ്മൾ വറ്റുമല്ലോ, അടച്ചു വെക്കണം കേട്ടോ. അടച്ചു വെച്ചിട്ട് അടിക്കാൻ പാത്രമുണ്ടോ? അടിക്കാനുള്ള പാത്രം എടുത്തിട്ട് വരാം. ആക്ച്വലി ഇവിടെ ഉണ്ടാവണം. ഇവിടെ ഉണ്ടോ? ആ, ഉണ്ട്. അയ്യോ, ഇതല്ല. ഈ പാത്രം വെച്ചാണ് നമ്മൾ അടയ്ക്കാറ്. ഓക്കെ, അടച്ചു വെച്ചോട്ടെ. അടച്ചു വെച്ചു, നമുക്ക് പോവാം. ബാ, വണ്ടി സ്റ്റാർട്ട് ചെയ്യട്ടെ ഞാൻ. അയ്യോ, തിരക്കല്ല. പോ. ചക്കയോ? ചക്ക എന്താ അത്? പഴനി പഞ്ചാമൃതമാണോ? മറ്റേ സീന്. ഫോർക്ക് മതി. എനിക്ക് വേണം. നിങ്ങൾക്ക് അയച്ചിട്ട് ഇത് പറയോ, റിവ്യൂ പറയൂ. കുഴപ്പമില്ല അല്ലേ? ആ, അതെനിക്ക് മണം കിട്ടിയപ്പോൾ എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട. തൂറ്റി വരുവോ? വന്നിട്ടില്ല. അവിടെ വെക്കി. അപ്പോ നമ്മളിപ്പോൾ കടയ്ക്ക് പോവുകയാണ്. നമ്മളിവിടെ അടുത്തുള്ള ഒരു കട തന്നെയാണ്. നമ്മളിപ്പോൾ ബൈക്കിനാണ് പോകുന്നത്. സഡൻലി ഒരു വണ്ടി വന്നു. സോ അപ്പം ബോബ് വണ്ടി ചവിട്ടിയതാണ്. പെട്ടെന്ന് വണ്ടി നിന്ന് പോയി. ആക്സിഡന്റ് ആയ വണ്ടി ഇടിച്ചതന്നെ. എങ്ങനെ നോക്കിയിട്ട് വരുന്ന വേട്ടാവളിയാ. ശരി ഗായ്സ്, അപ്പോൾ ഞങ്ങൾ കടയിൽ ചെന്നിട്ട് ബ്ലോഗ് കാണാം. ഓക്കെ ഗായ്സ്, എനിക്ക് പഴംപൊരി കൂടെ വാങ്ങിച്ചു തരാൻ പറയും ബോബിൻ്റെ അടുത്ത്. പഴംപൊരിയും വാങ്ങാം. മേടിച്ചോ. വാങ്ങാനുള്ള പൈസ ഉണ്ടാവും. ഗായ്സ്, നമ്മളിതാ ബോണ്ട വാങ്ങി. ബോണ്ട, മസാല ബോണ്ട, പഴംപൊരി. ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാ. മഴ ചാറ് തുടങ്ങിയിട്ടുണ്ട്. ഹലോ ഗായ്സ്, ഞങ്ങൾ ബോണ്ടയും പഴംപൊരിയും മേടിച്ചു. ഇനി വീട്ടിൽ പോയി തിന്നണം. ചായ, കട്ടൻ ചായയും പഴംപൊരിയും ബോണ്ടയും. ഞങ്ങൾ വീട്ടിൽ പോട്ടെ. മഴ. ഞങ്ങൾ കടയ്ക്ക് പോയിട്ട് വന്നു. മീൻകറി എന്തായി നോക്കട്ടെ. എന്തായി കാവ്യ? അറിയില്ല, അമ്മയായിരുന്നു. അതുകൊണ്ട് എന്താ അവസ്ഥ? കുഴപ്പമില്ല, പുളി ഇനി പിടിക്കണം. മീൻ വെന്തോ? ആണോ? ഹലോ, പോയി.
രണ്ടെണ്ണം അടിച്ച പോലെ വരുന്നുണ്ട്, ആടിയിട്ട്. പിടിച്ചു, അമ്മ എടുത്ത് പൊക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ മീൻകറി എല്ലാം റെഡിയായി. അപ്പോൾ ഞങ്ങൾ വൈൻഡപ്പം ചെയ്യുന്നത്. ഞങ്ങൾ പോയിട്ട് മറ്റേ എന്താണ് ഉഴുന്നുവട, എന്താ പിന്നെ പഴംപൊരിയും ചായയും തിന്നട്ടെ. അപ്പോൾ ഞങ്ങൾക്ക് ചായ വെക്കാം, കട്ടൻ ചായ വെക്കാം. ഓക്കെ ഗൈസ്, ഞാൻ വെച്ച മീൻകറി ബോബ് ടെസ്റ്റ് ചെയ്യുകയാണ്. കൊള്ളാം, നല്ല കറുത്ത മീൻകറി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാനൊന്നുമില്ല, നമ്മുടെ മീൻകറി റെഡി അല്ല, നമ്മുടെ മീൻകറി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിക്കുമ്പോൾ എന്തായാലും അടിപൊളിയായിരിക്കും. പിന്നെ അപ്പോൾ നമ്മൾ ടേസ്റ്റ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് അവസാനിക്കണം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെല്ലൈക്കൺ അടിച്ച് പൊളിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ ബൈ ഗൈസ്. എന്താ അവിടെ എന്താ ഇവിടെ? ഓക്കെ ബൈ, ടാറ്റാ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. നെഗറ്റീവ് കമൻറ്റ് വേണ്ട. അയ്യോ, ഞാൻ ബെല്ലൈക്കൺ അടിച്ചത് ഗൈസ്, അവളുടെ തലയിടിച്ചു ഗൈസ്. ഹലോ എന്നാ പണ്ടാര ഗൈസ്, എന്നെ അടിച്ചു ഗൈസ്. എന്നെ വേദനിച്ചറിയാം, എനിക്കിത് ഈ മുട്ടിൻ്റെ ഇവിടം ആണോ? ഗൈസ്, സീൻ്റെ ആൾക്ക് അടി കിട്ടി. അപ്പോൾ ശരി, സബ്സ്ക്രൈബ് ചെയ്യും.